ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ ഖാതമിൻ നബിയ്യീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. തൻബീഹിൽ വന്നിട്ടുള്ള ഒരു ചോദ്യം, നമസ്കരിക്കുമ്പോൾ മുറിവിൽ നിന്ന് രക്തം വന്നാൽ വുളു മുറിയുമോ എന്നുള്ളതാണ്. സഹോദരങ്ങളെ, മുൻ പിൻ ദ്വാരങ്ങൾ ഒഴികെ ശരീരത്തിൻ്റെ മറ്റുള്ള ഭാഗങ്ങളിൽ നിന്ന്, അത് മുറിവിൽ നിന്നാകട്ടെ അല്ലാത്ത സ്ഥലത്തു നിന്നാകട്ടെ, അല്പം രക്തം വന്നു എന്നുള്ളത് കൊണ്ട് നമ്മുടെ വുളു നഷ്ടമാവുകയില്ല. അത് നമസ്കാരത്തിനകത്താകട്ടെ നമസ്കാരത്തിന് പുറത്താകട്ടെ വുളു മുറിയുകയില്ല എന്നുള്ളതാണ്. ഇത് മഹാന്മാരായിട്ടുള്ള സ്വഹാബ കിറാം, അതുപോലെ താബിഈങ്ങൾ, മുൻകാലക്കാരായിട്ടുള്ള പണ്ഡിതന്മാർ എല്ലാം രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ് എന്ന് അറിയുക. ഹിജ്റ 676 വഫാത്തായിട്ടുള്ള മഹാനായ ഇമാം അബൂ സക്കരിയ മുഹിയുദ്ദീൻ യഹ്യ ബിൻ ഷറഫ് അൻ-നബവി റഹിമഹുല്ലാ തന്റെ അൽ മജ്മൂ ശറഹുൽ മുഹദ്ദബിൽ രേഖപ്പെടുത്തുന്ന കാര്യം ഇങ്ങനെയാണ്: ومذهبنا أنه لا ينتقل الوضوء بخروج شيء من غير السبيلين كدم الفصد والحجامة والقيء والرعاف سواء قل ذلك أو كثر. وبهذا قال ابن عمر وابن عباس وابن أبي أوفى وجابر وأبو هريرة وعائشة وابن المسيب وسالم بن عبد الله بن عمر والقاسم بن محمد وطاؤوس وعطاء ومكحول وربيعة ومالك وأبو ثور وداود. قال البغوي وهو قول أكثر التابعين وهو قول أكثر الصحابة والتابعين. അതായത് ബിഖുറൂജ് ഷൈഇൻ മിൻ ഗൈരി സബീലൈൻ എന്നാണ്. ഒരു മനുഷ്യന് വുളു എടുത്തിട്ട് അവൻ്റെ ശരീരത്തിൽ നിന്ന് മുൻ പിൻദ്വാരങ്ങൾ ഒഴികെയുള്ള ഭാഗത്ത് നിന്ന് അല്പം രക്തം വന്നു കഴിഞ്ഞാൽ, അല്പം രക്തം പുറപ്പെട്ടു കഴിഞ്ഞാൽ, ഏതുപോലെ കദമിൽ ഫസ്ദി, ഇപ്പോൾ നമുക്ക് ഈ രക്തം ടെസ്റ്റ് ചെയ്യണം, പരിശോധിക്കണം, അതിനു വേണ്ടി കുറച്ച് രക്തം എടുത്തു. അതല്ലെങ്കിൽ ഹിജാമ ചികിത്സ എന്ന് കേട്ടിട്ടില്ലേ? അതുപോലെ തന്നെ വൽഖൈ, ഈ വായയിലൂടെയൊക്കെ രക്തം വന്നു കഴിഞ്ഞാൽ, അല്പം രക്തമൊക്കെ വന്നു എന്ന് വിചാരിക്കുക. അതുപോലെ മൂക്കിൽ നിന്ന് രക്തം വന്നു എന്ന് കരുതുക, അല്പം ഒക്കെ വന്നു കഴിഞ്ഞാൽ സവാഉൻ ഖല്ലദാലിക ഔ കസുർ. പക്ഷേ ഈ കിതാബിൽ പറയുന്നത് അല്പം എന്നല്ല, ഖല്ലദാലിക ഔ കസുർ, ധാരാളമായാലും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരല്പമാണെങ്കിലും വുളു മുറിയില്ല എന്നാണ്. എന്നിട്ട് വബിഹാദ, ഈ അഭിപ്രായം ആരുടേതാണെന്ന് അറിയുന്നത്? ഖാല ഇബ്നു ഉമറ, പ്രമുഖ സ്വഹാബി വര്യനായിട്ടുള്ള ഉമറുൽ ഫാറൂഖിന്റെ പുത്രനായിട്ടുള്ള പ്രഗൽഭനായ സ്വഹാബിയാണ് അബ്ദുല്ലാഹി ബിൻ ഉമർ, അദ്ദേഹത്തിന്റെ അഭിപ്രായം. വബ്നു അബ്ബാസിൻ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ, വബ്നു അബി ഔഫ വ ജാബിറുൻ വ അബൂ ഹുറൈറത വ ആയിഷത്തു. അതായത് ഇതൊക്കെ സ്വഹാബിമാരാണ്. ഇബ്നു അബി ഔഫ, ജാബിർ, അബൂ ഹുറൈറ, ആയിഷ റളിയല്ലാഹു അൻഹും അജ്മഈൻ. അതുപോലെ വബ്നുൽ മുസയ്യിബി വ സാലിം ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു ഉമറ വൽ ഖാസിം ഇബ്നു മുഹമ്മദിൻ വ താഊസുൻ വ അത്വാഉൻ വ മക്ഹൂലുൻ വ റബീഅത്തു വ മാലിക്കുൻ. ഇവരൊക്കെ പ്രഗൽഭന്മാരായിട്ടുള്ള സഹാബികൾ കഴിഞ്ഞു. അത് നമ്മൾ പറഞ്ഞു. അതിനുശേഷം താബിഈങ്ങൾ, പിന്നീട് അവരെ തുടർന്ന് വന്നിട്ടുള്ള തബഉ താബിഈങ്ങൾ, പിന്നെ മദ്ഹബിന്റെ പണ്ഡിതന്മാർ, ഇമാം മാലിക്, അബൂ സൗർ, ദാവൂദ്, ഇവരൊക്കെ മഹാന്മാരായ പണ്ഡിതന്മാരാണ്. അവരുടെയൊക്കെ അഭിപ്രായം ഇതാണ്. അതായത് അല്പം രക്തം വന്നു, അല്പം എന്നാൽ ഈ കിതാബിൽ ശരിക്കുള്ളത് സവാഉൻ ഖല്ലദാലിക ഔ കസുർന, കുറച്ചധികമായാലും വുളു മുറിയില്ല എന്നാണ് ഇതിലെ അഭിപ്രായം. എന്നിട്ട് ഇമാം ബഗവി പറയാണ്, ഖാലൽ ബഗവിയ്യു വഹുവ ഖൗലു അക്സരി സ്വഹാബത്തി വത്താബിഈൻ, ഏറ്റവും കൂടുതൽ സ്വഹാബത്തിന്റെയും താബിഈങ്ങളുടെയൊക്കെ അഭിപ്രായം ഇതാകുന്നു എന്നാണ് ഇമാം നവവി റഹിമഹുല്ല അവരുടെയൊക്കെ അഭിപ്രായം ഉദ്ധരിച്ചുകൊണ്ട് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. സഹോദരങ്ങളെ, ഇത് മാത്രമല്ല, മഹാനായിട്ടുള്ള ഇമാം ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ ഫതുഹുൽ ബാരിയിൽ രേഖപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. അതെന്താ? വഖദ് സ്വഹ അന്ന ഉമറ സ്വല്ല വജുർഹുഹു യൻബു ദമൻ. അതായത് വഖദ് സ്വഹ അന്ന ഉമറ, തീർച്ചയായും ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് സഹീഹായി വന്നിട്ടുണ്ട്. അതായത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സംഭവം സഹീഹായി വന്നിട്ടുണ്ട്. തീർച്ച അദ്ദേഹം സ്വല്ല, അദ്ദേഹം നമസ്കരിച്ചു. വജുർഹുഹു യൻബു ദമൻ, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുറിവിൽ നിന്ന് രക്തം ഇങ്ങനെ പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, അല്പം ഇങ്ങനെ ഒഴുകുന്നുണ്ട്. അങ്ങനെ ആ നിലയിൽ
അദ്ദേഹം നമസ്കരിച്ചു എന്ന് സഹീഹായി വന്നിട്ടുണ്ട് എന്ന് ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്കലാനി റഹിമഹുല്ല തന്റെ ഫത്ഹുൽ ബാരിയിൽ രേഖപ്പെടുത്തിയതാണ് നമ്മൾ ഈ വായിക്കുന്നത്. സഹോദരങ്ങളെ, മഹാനായ ആധുനിക ഇസ്ലാമിക പണ്ഡിതനായിരുന്ന ഇബ്നു ബാസ് റഹിമഹുല്ല അദ്ദേഹവും രേഖപ്പെടുത്തുന്നു, ഇദാ ഖറജദ്ദമു മിനൽ അൻഫി ഫലാ യഖ്ലു ഇമ്മാ യകുൻ ഖലീലൻ ഫയുഫ അൻഹു വയുകമ്മിൽ സ്വലാത്തുഹു. അല്പം രക്തം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ പ്രശ്നമല്ല, അവൻ നമസ്കാരം പൂർത്തീകരിക്കുകയാണ് വേണ്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത്. വുളു മുറിയില്ല എന്നർത്ഥം. അപ്പോൾ ഇതാണ് ഈ വിഷയത്തിൽ നമുക്ക് പറയാനുള്ളത്. അല്ലാഹു അഅലം വസല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.